ഹായ് ഡിയർ. നമ്മളിവിടെ ഒരു റിലേഷൻഷിപ്പ് റീഡാണ് നോക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു വ്യക്തിയെ വേണമെങ്കിലും മനസ്സിൽ വിചാരിക്കാം. ഏത് റിലേഷൻഷിപ്പ് ആണെങ്കിലും, ഇപ്പോൾ പാരൻസ് ആയിക്കോട്ടെ, സിബ്ലിങ്സ് ആയിക്കോട്ടെ, നിങ്ങളുടെ കൊളീഗ്സ് ആയിക്കോട്ടെ, ആരാണെങ്കിലും, നിങ്ങളുടെ ലവർ ആയിക്കോട്ടെ, ഹസ്ബൻഡ് ഓർ വൈഫ് ആരാണെങ്കിലും, അവരുടെ എനർജി എന്താണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം ഇവിടെ നിങ്ങളുടെ എനർജിയാണ് നോക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ സറണ്ടർ ചെയ്ത് നിൽക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് മുന്നോട്ട് പോകാൻ കഴിയാത്തത്ര ഒരു പെയിൻ സഹിച്ചൊരു വ്യക്തിയാണ്. അത്തരത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ഒക്കെയും തളർന്നു പോയൊരു റിലേഷൻഷിപ്പാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഒരു ഹോപ്പും ഇല്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ ആണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം ആ ഒരു വ്യക്തിക്ക്, നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ച വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ആഗ്രഹമുണ്ട്. അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളുടെ നേർക്ക് ഒരു എന്താ പറയുക, അവരുടെ സ്നേഹം നൽകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അവർക്ക് മനസ്സിൽ കുറച്ച് ചിന്തകളും ഉണ്ട്. ചിലപ്പോൾ അവരെന്തെങ്കിലും ട്രോമാസൊക്കെ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം. അതിനെക്കുറിച്ചായിരിക്കും അവർ ചിന്തിക്കുന്നത്. എന്തായാലും അവർക്ക് നിങ്ങളോട് ആഗ്രഹമുണ്ട്. നിങ്ങൾ അവരെ സ്വീകരിക്കണം എന്നൊരു ചിന്ത അവർക്കുണ്ട്. സ്വീകരിച്ചാൽ നന്നായിരിക്കും എന്നൊക്കെ. ഇവിടെ ഇതിലാർക്കാണെന്ന് അറിയുന്നില്ല. നിങ്ങൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ക്വിറ്റ് ചെയ്ത് നിൽക്കുന്നൊരവസ്ഥയാണ്, വേണ്ടാന്ന് വെച്ച് നിൽക്കുന്ന ഒരവസ്ഥയാണ്. അത് മനഃപൂർവ്വമല്ല, നിങ്ങളുടെ അനുഭവങ്ങൾ കൊണ്ടായിരിക്കാം. ഇതിൽ എന്ത് ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ നിങ്ങൾക്കാണോ? നിങ്ങൾക്കായിരിക്കാം. ഒരു അവസ്ഥയുണ്ട്. റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കണോ, മുന്നോട്ട് കൊണ്ടുപോകണോ, അങ്ങനൊരവസ്ഥയാകാം. അതല്ലെങ്കിൽ ഇനി ആ ഒരു വ്യക്തിക്ക് അങ്ങനൊരു ചിന്തയുണ്ടോ? അവർക്ക് എന്തായാലും ആഗ്രഹമുണ്ട് നിങ്ങളോട്. ചിലപ്പോൾ നിങ്ങളിനി സ്വീകരിച്ചില്ലെങ്കിലോ എന്ന് കരുതി അവരങ്ങനെ ചിന്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകുന്നില്ല. എന്തായാലും ഒരു ഇരമ്പൽ ഉണ്ട് മനസ്സിൽ. അത്രയധികം ചിന്തകൾ വരുന്നുണ്ട് മനസ്സിൽ. ഈ ഒരു റിലേഷൻഷിപ്പിലുണ്ട് അത്രയധികം ഒരു വേലിയേറ്റവും വേലിയിറക്കവും പോലെ കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ ഡിയർ, എന്തായാലും നിങ്ങൾക്ക് ഇതിലൊരു തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അതല്ലെങ്കിൽ അവർക്ക് തീരുമാനമെടുക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. ഇതിൽ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് ഡിവൈൻ നൽകാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൂടി ഒന്ന് നോക്കാം. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു സ്റ്റക്നെസ് തന്നെയാണ് കാണുന്നത്. ഒരു 3 മാസം വരെ ഒക്കെയാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു വാലിഡിറ്റി വരുന്നത്, അതായത് ഒരു കാലയളവ്. അപ്പോൾ ഒരു 3 മാസം വരെയും ഈ ഒരു സ്റ്റക്നെസ് തന്നെയാണ്. ഉറച്ചൊരു തീരുമാനം ഈ റിലേഷൻഷിപ്പിൽ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. അത് നിങ്ങളിൽ ആർക്കാണെങ്കിലും. അപ്പോൾ ചിലപ്പോൾ കൂടുതൽ നിങ്ങൾക്കായിരിക്കാം. അവരാഗ്രഹിക്കുന്നുണ്ടല്ലോ റിലേഷൻഷിപ്പിൽ മുന്നോട്ട് വരാനായിട്ട്. ഗൈഡൻസും ഇങ്ങനെ തന്നെയാണ്, ഒരു സ്റ്റക്നെസ് തന്നെയാണ് ഉള്ളതെന്നാണ്. ഓക്കെ ഡിയർ, എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.